രാവിലത്തെ കണി അങ്ങോട്ടാന്ന് വിചാരിക്കും. മുടിച്ചീക്കാണ്ട് വീഡിയോ എടുക്കാൻ വന്നു. ഇത് ക്യാമറ ഓണാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ കണി ഇങ്ങനെയാണോ എന്ന് വിചാരിക്കണ്ട. അതൊരു നല്ല കണി തന്നെ, കുഴപ്പമൊന്നുമില്ല. അയ്യോ ദൈവേ. ഹായ് എവരിബഡി. ഓണാക്കിയിട്ട് അങ്ങോട്ടിരുന്നു, പിന്നെ കട്ടാക്കണ്ടേ, അതുകൊണ്ട് കട്ടാക്കുന്നില്ല. പിന്നെ ഏതൊരു സിനിമയിലില്ലേ ഇങ്ങനെ കല്ലുവർക്ക് എറിയുന്നത്. ഇവിടെ എറിയാൻ ആരുമില്ല, വീട്ടിലെറിയാൻ ആരുമില്ല, പുറത്തെറിയാൻ ഒരുപാട് ആളുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഏറിൽ അല്ലെങ്കിൽ വേറെ എന്തിലൊക്കെയോ കാര്യത്തിൽ സുഖം കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരോരാളെ ഫീലിങ്സ് ഓരോ തരത്തിലാണല്ലോ. മീൻസ് സുഖം, അത് മാനസിക സുഖമായിക്കോട്ടെ, വേറെ എന്ത് സുഖമായിക്കോട്ടെ, എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പം പിന്നെ മറ്റുള്ളവരെ കുറിച്ച് വൃത്തികേട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും പിന്നെ മറ്റേ എന്താണ് പിന്നെ അതിനെന്തോ ഒരു ഇത് പറയില്ലേ, ഗോസിപ്പ് പറഞ്ഞിട്ടും നമ്മൾ കാണാണ്ട് നമ്മളെ പറ്റി പറഞ്ഞ് ചിരിച്ചിട്ടും അങ്ങനെ ഒരുപാട് തരത്തിൽ സുഖം കണ്ടെത്തുന്നവരുണ്ട്. അപ്പോൾ എന്നെ വെച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം എൻ്റെ ഒരു സീസൺ ടൈമാണ്, പീക്ക് ടൈം എന്നെല്ലാം പറയുന്ന പോലെ സുഖത്തിൻ്റെ പീക്ക് ടൈമാണ് ഇപ്പോൾ. ചിലയാൾക്ക് ചിലയാളെ കാര്യം പറഞ്ഞിട്ട് ആസ്വദിക്കാനുള്ളതിൻ്റെ ഒരു പീക്ക് ടൈം ഇപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഒരു ഭയങ്കര കഥാപാത്രമായിട്ട് ജീവിക്കുന്നു, ഭയങ്കര കഥാപാത്രം. ലൈഫ് ലോങ് ഇല്ലേ, പല 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 റോള്. ഒരു ഞാൻ പറഞ്ഞില്ലേ, എത്രയോ വർഷമായിട്ട് സീസണബിൾ റോള്. ഇത്രയും റോൾ അഭിനയിക്കാൻ കിട്ടിയ മറ്റാരും ലൈഫിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് വേർഷൻ ഇങ്ങനെ അനുഭവിച്ചെത്തുവാണ്. അതായത് നമ്മളൊരു അഭിനയം തുടങ്ങിയ ഒരു വേലക്കാരിയായിട്ടാണെങ്കിൽ ടോട്ടലി അവർ പിന്നെ വേലക്കാരി തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവർ നായികയാണെങ്കിൽ ടോട്ടലി അവർ ആ നായിക വേഷം കിട്ടും, കോമഡി ആണെങ്കിൽ കോമഡി കിട്ടും, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം എൻ്റെ ലൈഫിലും എനിക്ക് ഒരുപാട് വെറൈറ്റി വേഷം കിട്ടിയ ഒരാളാണ് ഞാൻ ജീവിതത്തിൽ. അത് ഞാനായിട്ടല്ല, പലയാളും എനിക്ക് വെറൈറ്റി വേഷം തന്ന് അതിലൊരു സുഖം കണ്ടെത്തിയവരാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ പുതിയ വേഷങ്ങൾ തന്ന് അതിൽ സുഖം കണ്ടെത്തിയവരാണ് ഒറ്റപ്പാട് ആൾക്കാർ. അപ്പം നിങ്ങളൊക്കെ സുഖം കണ്ടെത്തുന്ന രീതി ഇതിലൊക്കെ പെടുന്നത് തന്നെയായിരിക്കാം ഈ കാണുന്നവരും കേൾക്കുന്നവരും. അതായത് ചളിവാരി അറിയാനും, ഒരാളെ ഗോസിപ്പ് പറയാനും, അല്ലെങ്കിൽ അവരെ പിന്നെ പ്രൈവറ്റ് പേഴ്സണൽ കാര്യങ്ങൾ അറിയാനും അങ്ങനെയൊക്കെ സുഖം കണ്ടെത്തിയവർ തന്നെയായിരിക്കും നിങ്ങളിലും പലരും. പിന്നെ ഞാനും അങ്ങനെ ആയിരിക്കാം. അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുക, അല്ലെങ്കിൽ ഭയങ്കര തളർന്ന് ദാഹിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല തണുത്ത ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ പിന്നെ ഒരു ലൈം സോഡയൊക്കെ കുടിക്കും, അതൊരു സുഖം. അങ്ങനെ പല വെറൈറ്റി സുഖങ്ങളുണ്ട് ലൈഫിൽ. അപ്പം ഒരുപാട് പിന്നെ വേഷങ്ങളിലൂടെ ഞാൻ പോകുമ്പോൾ അതിലൊരുപാട് സുഖങ്ങൾ, മനസ്സമാധാനം, ഒരുപാട് സുഖങ്ങൾ കണ്ടെത്തി വേറെയും പലരുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇവിടുന്ന് റെഡി ആകുമ്പോൾ ഒരു കള്ളസാക്ഷി പറഞ്ഞാൽ ഇതിലേ പോയി. അയാൾ രാവിലെ എന്നും സൈക്കിൾ എടുത്തിട്ട് പച്ചക്കറി നടാൻ പോകും. അയാൾ സ്വപ്നത്ത് കാണാത്ത ഒരു കാര്യം അയാൾ ഒരു ഊളക്ക് വേണ്ടിയിട്ട് സാക്ഷി പറഞ്ഞു. അത് നമ്മൾ അറിയുന്നത് വേറൊരാൾ വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അയാൾ ആരാന്നൊക്കെ ചോദിച്ചു. അപ്പം ഇയാൾ ഇനി നിൽക്കൂ എന്ന് തോന്നിപ്പോയി. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഓരോരാളും ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്ന് പറഞ്ഞ പോലെ ആ ആൾക്ക് എന്താണ് എനിക്ക് തോന്നുന്നു, എന്നോടുള്ളൊരു അമിതമായ സ്നേഹമോ അമിതമായ പ്രേമോ എല്ലാം കൊണ്ടായിരിക്കും തോന്നുന്നു അയാൾ അങ്ങനെ സുഖം കണ്ടെത്തിയത്.
ഒരു കളവ് പറഞ്ഞിട്ട് സുഖം കണ്ടെത്തി. അതേപോലെ എൻ്റെ ഒരു നൈബർ അവശകാമുകൻ എത്രയോ കാലം പുറകെ നടന്നിട്ട് കിട്ടൂലെന്ന് കണ്ടപ്പം അയാൾ ദ്രോഹം ചെയ്ത് സുഖം കണ്ടെത്തുന്നു. അതേപോലെ പിന്നെ എൻ്റെ എന്തെങ്കിലും കാര്യം ഞാനായിട്ട് എൻ്റെ സ്പേസ് കണ്ടെത്തുമ്പം അതിൽ അസ്വസ്ഥതപ്പെടുന്നവർ പിന്നെ ശല്യം ചെയ്തിട്ട് സുഖം കണ്ടെത്തുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരാൾ സുഖം കണ്ടെത്തുന്ന, അവരവരെ മനസ്സമാധാനം കണ്ടെത്തുന്ന പല 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 വേർഷൻസ്, അതായത് മറ്റുള്ളവരെ ഹരാസ്മെൻ്റ് ചെയ്തുകൊണ്ട് സുഖം കണ്ടെത്താനുള്ള ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞേ പറ്റൂ. കാരണം ഇത് 90% ആളും ഇതുമാതിരി ഉള്ള ടൈപ്പ് ആളുകളാണ്. അവരെല്ലാം വീട്ടിലേക്കും സ്വയം അവരിലേക്ക് തന്നെ എത്തിപ്പെടുമ്പം അവർക്കൊരു സുഖമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് സുഖം കണ്ടെത്തുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പം ഒരു നല്ല തണുത്ത വെള്ളം കിട്ടുക, വിശന്നിരിക്കുമ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് അത് കിട്ടുക, കഞ്ഞിയും ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് അത് കിട്ടുക. ഒരുപാട് ഫേമസ് ആയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് തന്നെ സുഖമുണ്ടെങ്കിലും വീട്ടിലെത്തിയിട്ട് ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയും ഒരച്ചാറും പപ്പടമൊക്കെ കിട്ടുമ്പോഴുള്ള സുഖം വേറെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കിയിട്ട് സുഖം കണ്ടെത്തുന്നവരാണ് കൂടുതലും. പിന്നെ നമുക്ക് ഇവരെ ഇതിനനുസരിച്ച് നമ്മൾ തന്തും താളും പറയുന്നുണ്ടെങ്കിലും ഇവർ നമ്മളെ മുന്നിൽ മാത്രമാണ് ഓ എന്നെല്ലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിൽ തന്നെ വേറൊരു ആൾക്കാരായിട്ട് സംസാരിച്ച് സുഖം കണ്ടെത്തും. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാർത്ഥതേൻ്റെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരാളെ പരിഹസിക്കുന്നതിലും മറ്റൊരാളെ ക്രൂശിച്ചിട്ടും സുഖം കണ്ടെത്തുന്നവർ ഒരുപാടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെയിൻ ഏരിയയാണ് ഞാൻ. പക്ഷേ ഇവർ കണ്ടെത്തുന്ന സുഖങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല. ഞാൻ എൻ്റെതായ സുഖം കണ്ടെത്തുന്നു, ഞാൻ എൻ്റെതായ ഇടം കണ്ടെത്തുന്നു, എൻ്റെതായ എൻജോയ്മെൻറ്റ് നടത്തുന്നു. ഒരു തരത്തിലും കളിച്ചാലും നടക്കൂല. ആയുസ്സിന് മാത്രമല്ലാണ്ട് ലോകത്തൊരു ശക്തിക്കും എൻ്റെ അടുത്ത് കളിച്ചാൽ നടക്കൂല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇടപെട്ട് ദ്രോഹിക്കാന്നുണ്ടെങ്കിൽ അവൻ്റെ പേരായിരിക്കും ഫസ്റ്റ് കിട്ടുക. എനിക്കറിയാം എല്ലാവരും എങ്ങനെയാണെന്ന്, എൻ്റെ ലിസ്റ്റിലുണ്ട് എല്ലാവരും. അത് ജോലി സ്ഥലത്തായാലും വഴിക്കായാലും അയൽവാസികളായാലും ആരൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് എവിടെ പറയാനും റെഡിയാണ്. അപ്പം എപ്പോഴും മറ്റുള്ളവരെ എടുത്തുനിന്ന് ചോര വലിച്ചിട്ട് സുഖം കണ്ടെത്തുന്നതിനെക്കാട്ടിയും സെൽഫ് അവരവരിലേക്ക് ഒതുങ്ങിയിട്ട് വല്ല സുഖവും കണ്ടെത്താൻ നോക്കുക. അവരവരെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചെലവിലോ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ഓഫിലോ ജീവിക്കുന്നവരുടെ അടുത്തുനിന്ന് സുഖം കണ്ടെത്തുക. എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ എന്ത് തന്നെ ശ്രമിച്ചാലും നിങ്ങൾ സുഖം ദൂരത്തുനിന്ന് കണ്ടെത്തിക്കോ, എൻ്റെ അടുത്തുനിന്ന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, വെരി മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും വെരി മോർണിംഗ്. ചിലപ്പോൾ ഞാൻ ഇനി 24 മണിക്കൂർ യൂട്യൂബിൽ തന്നെ ആവാനും സാധ്യതയുണ്ട്. ഐ ആം സോ ഹാപ്പി, സോ പ്രൗഡ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. വെരി മോർണിംഗ്.